ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ പോണത് ഒരു സ്പെഷ്യൽ സാധനം മേടിക്കാനാണ്. അത് എനിക്കല്ല, ഗൗതത്തിനാണ്. അതെന്താന്നുള്ളത് ഞാൻ ഇപ്പൊ പറയണില്ല. അത് തമ്മില് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും അത് നേരിട്ട് കണ്ടാൽ മതി നിങ്ങള്. അപ്പോ ഞാൻ കുറേ നാളായിട്ടുള്ള എൻ്റെ ആ ഒരു ആഗ്രഹമാണ് ഇത് മേടിക്കണം എന്നുള്ളത്. കാരണം ഗൗതത്തിന് അത്രയും, ഗൗതം ഇതൊരിക്കലും എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് മേടിക്കണം എന്ന് പറഞ്ഞാൽ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ ഗൗതത്തിന് ഇതെന്തായാലും ഭയങ്കര ഇഷ്ടാവും, അതെനിക്ക് ഭയങ്കര ഉറപ്പാണ്. അപ്പം എനിക്കാണെങ്കിൽ എന്തോ ഭയങ്കര ടെൻഷനൊക്കെ, എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ഗൗതത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടാ ചെയ്യാറ്. എന്തെങ്കിലും മേടിക്കണ്ടെങ്കിലും ഗൗതത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടാ ചെയ്യാറ്. പക്ഷെ ഗൗതം അറിയാണ്ട് ഇത്രയും എക്സ്പെൻസീവായ സാധനം മേടിക്കണതിന്റെ ടെൻഷനാണോ, ഗൗതത്തിനോട് പറയാണ്ട് ഇങ്ങനെ പോയി ചെയ്യുന്നത് കൊണ്ടുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. അതിപ്പോഴും ഉണ്ട് കേട്ടോ അതിന്റെ ഒരു ടെൻഷൻ. പക്ഷെ ഇതെന്തായാലും നമുക്ക് മേടിക്കണം. അപ്പൊ ഇപ്പൊ ഞാനും മെൽവിയും അമലും കൂടിയിട്ട് പോണത്. അച്ഛൻ ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പോ മേടിക്കാൻ പോകുന്ന സാധനം ഗൗതം എന്തായാലും ഗൗതത്തിന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് മേടിക്കണം തോന്നില്ല. കാരണം ഗൗതമിന് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പോലും ഗൗതം അതിങ്ങനെ അതധികം എക്സ്പെൻസീവ് ആണെങ്കിൽ മേടിക്കത്തില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സാധനം അങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പൊ ഗൗതം ഒന്നും നോക്കൂല, അതെനിക്ക് മേടിച്ചിരും. അപ്പോ ഗൗതത്തിന് ഇതെന്തായാലും ഇഷ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറഞ്ഞോളൂ. ഞാൻ ഈ സംഭവം കൊടുക്കുമ്പോൾ നിങ്ങൾ കൂടുതലും എക്സ്പെക്ടേഷൻസ് വെക്കണ്ട. കാരണം വെച്ചാൽ ഗൗതം ഒന്നും എക്സ്പ്രസീവ് അല്ല, ഒന്നും എക്സ്പ്രസ് ചെയ്യത്തില്ല. അപ്പം ഗൗതത്തിന്റെ റിയാക്ഷൻ എനിക്ക് എങ്ങനെയായിരിക്കും, കാരണം ഒന്നും എക്സ്പ്രസ് ചെയ്യണേലല്ല, പക്ഷെ എൻ്റെ അടുത്ത് തന്നെ ചീത്ത പറയോ ഇത്രയും ഇത് മേടിച്ചതിന്, അതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പൊ അതൊക്കെ മൊത്തത്തിലുള്ളത് കൊണ്ട് എനിക്ക് നല്ലൊരു പേടി. സന്തോഷം ഉണ്ടോന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി മേടിക്കണം. അത് ഈ വീഡിയോയിൽ ഇട്ടിയ അപ്പൊ അവരിടിച്ചിട്ട് കിട്ടിയ ആ ബ്രേക്ക് പിടിച്ചോണ്ടാ ഗൈസ്. പിന്നെ ആൾക്കാര് പെട്ടെന്ന് ഫ്രണ്ടി മറ്റേ റെയിൽവേ ക്രോസ് അല്ല കൂടെ പുള്ളി പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് കിട്ടിക്കട്ടെ ഓടാ. ഇപ്പൊ തരുന്നതും കൂടി ഇല്ലാണ്ടാക്കണം വീട്ടിൽ നിന്ന്. അതുണ്ടായിട്ടെങ്കിലും വിശക്കുണ്ടാ, കുഴപ്പമില്ല, വെള്ളം മേടിച്ച കഴിഞ്ഞു. എന്നെ പഠിക്കാരനായി എടുത്തിട്ട് റെക്കോർഡിംഗ് ഒക്കെ ചെയ്തൊന്നും മേടിച്ചില്ല ഗൈസ്. അതേലേ, ഞാനിന്ന് ഫിഷ് മോൾ ഉണ്ടാക്കി തരാം. വൈകിട്ടല്ലേ, ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ വിശപ്പ് ഇങ്ങനെ സഹിച്ചു പിടിച്ചിരിക്കണം. അപ്പൊ രാത്രി കൊറേ കഴിക്കാൻ പറ്റും നമുക്ക്. ഫിഷ് മോളും ബ്രെഡും. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോണത്. എടാ, നിങ്ങക്ക് എന്ത് തോന്നുന്നു? ഗൗതത്തിന് ഇഷ്ടപ്പെട്ടു? അതിന് ആൾക്കാരുണ്ടല്ലോ, ഗൗതത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്തെന്ന് അറിയുമോ? ചെയ്യാനില്ല. അതേലേ, ബുദ്ധിമുട്ടാവില്ലേ എന്റെ ബുദ്ധിമുട്ട്? സന്തോഷമുള്ളൂ. എന്റെ ചേച്ചിയുടെ മുട്ട നോക്കി ഞാൻ സ്പീഡിൽ പോക്കോട്ടെ. നീ എന്റെ ഈഗോനെ ഹേർട്ടാക്കി കേട്ടാ. ഈ മറ്റേ റീലുണ്ടാ ഇത്? മറ്റേ ഇവിടെ ഫുള്ള് വെള്ളം മുങ്ങി കിടക്കുന്നത്, നേരെ ഡിഫൻഡറിലോട്ട്. മേടിപ്പിക്കാണ്. അച്ഛനത് കേൾക്കണമെന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛന് ആഗ്രഹമില്ലാതില്ലാതില്ലാതില്ല. ചേട്ടന്റെ ആഗ്രഹം ഡിഫൻഡർ. ചേട്ടൻ ഇത് കേൾക്കുമ്പോ ആര് പറഞ്ഞു നോക്കും. എടാ, ഹൈലക്സ് വരുന്നുണ്ട്. ഇടിച്ചിട് പറഞ്ഞു എന്നിട്ട് ശരിയില്ല. ചേട്ടനോട് മത്സരിക്കാനൊന്നും ഞാനില്ല. ഞാൻ
ഒരു വട്ടം ഗൗതത്തിനെ ഡ്രോപ്പ് ചെയ്ത് അവിടെ നിന്ന് വരുമ്പേ ഒരുത്തൻ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇല്ല അതിന്റെ അപ്പുറത്ത് കൂടെ ഒക്കെ വന്നിട്ട് നേരെ വട്ടം ചാടി. ഞാൻ വിചാരിച്ച് ഇടിച്ചെന്ന്. ഓ അപ്പൊ തന്നെ എന്റെ മനസ്സിൽ വന്നതായിരുന്നു അറിയാം അച്ഛന്റെ. ഇനി അച്ഛൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ പോയി പറഞ്ഞു? ഇവിടെ പെട്ടെന്ന് അങ്ങോട്ട് വണ്ടി കയറ്റി വെച്ചേക്കണവൻ. എന്നിട്ട് അവൻ നോക്കി ചിരിക്കണം. അവൻ മനസ്സിലായി അവന്റെ മിസ്റ്റേക്ക് ആന്ന്. നമ്മളങ്ങനെ ഇവിടെ എത്തി. എല്ലാരും വിചാരിക്കണ്ട നമ്മ എപ്പോഴും ഞങ്ങൾ ലുലുലാന്ന്. എപ്പോഴും ശരിക്കും ലുലുല നമ്മള്. പക്ഷെ ഞങ്ങക്ക് കുറച്ചുകൂടി സാധനങ്ങൾ മേടിക്കാൻ ഇഷ്ടം ഇവിടെ നിന്നാണ്. ഞങ്ങളങ്ങനെ എത്തി. അച്ചു എത്തിയിട്ടില്ല. അയ്യോ എന്തിരിക്കണ എനിക്ക് ഗൗതത്തിന്റെ അടുത്ത് പറയാണ്ട് ചെയ്യണോണ്ട് എനിക്ക് ഭയങ്കര ചെറിയൊന്നും കേൾക്കൂലെന്ന് വിശ്വസിക്കാലോ. എപ്പോഴും ഇവിടെ വരുമ്പോ ഇങ്ങനെയാ സാധനം കിട്ടൂല. ഗൈസ് നമുക്ക് ലുലുമാളിന്ന് സാധനം കിട്ടിയില്ല. അവിടെ PS5ന്റെ ഡിജിറ്റൽ ഡിസ്ക്രെഡിഷൻ ഇല്ലാന്നാ പറഞ്ഞത്. പക്ഷേ ഇതിന്റെ ഇടയിൽ വേറൊരു മണ്ടത്തരം പറ്റി. എനിക്കല്ല അച്ഛൻ്റെ വിവരമില്ലായ്മയാണ് കാരണം. മുതില്ലാന്ന് നമുക്ക് പിന്നെ പണ്ടേ അറിയായിരുന്നു. അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കണ്ടു ചേട്ടൻ. അപ്പൊ പുള്ളി പറഞ്ഞ് നമുക്ക് പനമ്പിള്ളിയില് ഒരു ഷോപ്പിന്റെ പേരെങ്കിൽ ഓർമ്മയില്ല, ലൊക്കേഷൻ ഇട്ടിട്ട് പോകണം. അപ്പൊ അവിടെ ഓൾറെഡി സെറ്റ് ആയിരുന്നു. അപ്പൊ ഇവള് വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ അവരില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾക്ക് ലുലുലു വന്നു. പക്ഷെ കണ്ണൻ ചേട്ടനെ വിളിച്ചപ്പോ അവിടെ ഓൾറെഡി ഒരു പീസ് നമുക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് ഡിസ്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോ ഇവള് വിചാരിച്ചു അവരുദ്ദേശിച്ച ഡിസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഗെയിമിന്റെ ഡിസ്ക് ആയിരുന്നു. പക്ഷെ ഇവള് വിചാരിച്ചു ഡിസ്ക് ഇല്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റി. അപ്പൊ ഞങ്ങളിപ്പോ നേരെ പോകുന്നത് പനമ്പൂരിലേക്ക്. നമുക്ക് സാധനം കളക്ട് ചെയ്യണം. ഇത് മേടിക്കണവരെന്തോ എനിക്കൊരു സമാധാനം ഇല്ലാത്ത മാതിരി. അപ്പൊ ഇപ്പൊ ഞങ്ങൾ വയറ്റിലെത്താറായി ഏകദേശം. ഇപ്പൊ ഞങ്ങൾ 4 പേരും കൂടിയാണ് പോണത്. ഗൗതത്തിന്റെ അടുത്ത് പോയിട്ട് പോകണോ എന്താ ചെയ്യില്ല പറഞ്ഞു. ചേട്ടന്റെ അടുത്ത് പോയി കഴിഞ്ഞാലേ ഡൗട്ടാവോ? എനിക്ക് തോന്നുന്നു കുറച്ച് ഇതായിട്ട് ചിന്തിക്കും. നേരത്തെ കഴിയണം നമുക്ക്. അങ്ങനെ വേണ്ട. കാരണം വെച്ചാൽ അപ്പൊ സാധനം വണ്ടിയിലുണ്ട്. ചേട്ടൻ പോയിട്ട് എന്തെങ്കിലും ചേട്ടൻ പറയാ ഡിക്കുന്നു സാധനം കേട്ടാണ്ടെന്ന് പറയും. അത് വേണ്ട. നോക്ക് എന്ന് പറയണത് സ്ട്രൈറ്റാ. ഈ ഷോപ്പ് എവിടെ ഇരിക്കണം എനിക്ക് അറിഞ്ഞൂടാ. ഷോപ്പ് എവിടെയാണ്? ഇപ്പൊ നീ ആ ഷോപ്പിന്റെ ലൊക്കേഷൻ പറ. എവിടെ ആയിരിക്കും? അങ്ങോട്ട് പോകണ്ട, ഈ ലെഫ്റ്റിലോട്ട് നോക്ക്. ഇതിപ്പോ മറ്റേ മനോരമയുടെ അവിടെ ഇതാണോ ഷോപ്പ്? ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ആ ഇവിടെ എവിടെയോ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നമുക്ക് നടക്കാം. അവിടെ ഇവിടെ ഷോപ്പിന്റെ പേര് നമ്മൾ കടയിലോട്ടെത്തി. ടെൻഷനാവുന്നുണ്ട്.
മേടിച്ചടാ. ശ്രുതിവിലാസിന്റെ ഏറ്റവും വലിയ വിജയമായിരുന്നു അതെ, സാധിച്ചിരിക്കുന്നു. എന്റെ റെഡ് ലൈൻ ഷിഫ്റ്റർ, നിങ്ങളിത് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇത് മാത്രം പറയരുത് ആരും. വിഷമില്ല, അല്ലെങ്കിൽ എനിക്ക് വലിയ ദണ്ണൊക്കെ വരും. ഇതെനിക്ക് ദണ്ണം വരുന്നില്ല ഇപ്പൊ. കാരണം ഇങ്ങനെ ഇരിപ്പ് കണ്ടോ ഗൈസ് നിങ്ങൾ? അതൊക്കെ മാറ്റിയിട്ട് വെച്ചുകഴിഞ്ഞാല് നൗദത്തിന്റെ ഭയങ്കര ആഗ്രഹമാണ് ഒരു ഗെയിമിംഗ് റൂമൊക്കെ സെറ്റ് ആക്കണം എന്നുള്ളത്. ശരിയാക്കട്ടെ അല്ലേ? പോവാ നമുക്ക് തിരിച്ച് ഇനി ഫുഡൊക്കെ കഴിക്കാം. ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഭയങ്കര ബ്ലോക്ക്, എവിടെ എത്തിയിട്ടില്ല. രണ്ടും നല്ല ഉറക്കമായി. വയറിറച്ചി മറ്റേ ഉറങ്ങിക്കൂട്ടി ഒറ്റ ബ്രേക്ക്, കടം ബ്രേക്ക് ഞങ്ങൾ പോയി വന്നു കേട്ടോ. ഞങ്ങൾ വീടെത്തി. അപ്പം എനിക്കെന്തോ ഇന്നലേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടണ പോലത്തെ ഒക്കെ ഒരവസ്ഥ. അതെനിക്ക് സന്തോഷം കൊണ്ടാണോ അതോ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ ഒന്നും എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, പക്ഷെ എനിക്കത് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഗൗതത്തിന് ഭയങ്കര സന്തോഷമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് ചീത്തം കേൾക്കാൻ വഴിയുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും മേടിക്കുമ്പോൾ ഗൗതത്തിനോട് പറയാനൊന്നും ചെയ്യാറില്ല. പക്ഷേ ഗൗതത്തിന് വേണ്ടി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഗൗതത്തിൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ് ഒരു ഗെയിമിംഗ് റൂം സെറ്റാക്കണം എന്നുള്ളത്. അതിങ്ങനെ എനിക്ക് ഓൾറെഡി ആദ്യമേ ഗെയിമൊന്നും ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിംഗ് പേഴ്സൺ അല്ല. ഗെയിം ഗൗതം കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില ആൾക്കാരുടെ കൂടെ നമ്മൾ കൂടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും എന്ന് പറയില്ലേ. ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ ഗൗതത്തിനെക്കാട്ടും കൂടുതൽ ഗെയിമിനോട് ഇൻട്രസ്റ്റ് കാണിക്കുന്ന സമയത്ത് ഞാനായിരിക്കും. ഞങ്ങളിത് ക്രിക്കറ്റ് കളിക്കുക, അതുവരെ പബ്ജി എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് പബ്ജി കണ്ടുകൂടായിരുന്നു. പക്ഷെ ഒരു ടൈം ആയപ്പോൾ ഞാൻ പബ്ജി ഡൗൺലോഡ് ചെയ്യാം. മീൻസ് അത് ഓട്ടോമാറ്റിക്കലി ചിലവർ നമ്മൾ ഇൻഫ്ലുവൻസ് ആക്കുമ്പോൾ നമ്മളും മാറും. എന്താ പറയുക, ഫോർ എക്സാമ്പിൾ എനിക്ക് വണ്ടികൾ അതിനെക്കുറിച്ച് കൂടുതൽ നോളജൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഗൗതത്തിൻ്റെ കൂടെ കൂടിയപ്പോൾ ഞാനും ഗൗതവും ചിലപ്പോൾ കാറിൽ പോകുമ്പോൾ എന്താ ചില വണ്ടിയുടെ അലോയി ഇതൊക്കെ ആയിരിക്കും നോക്കുക. ഇതായിരിക്കും ഞങ്ങളുടെ ചർച്ചകൾ ബേസിക്കലി. ഒരു 3 വർഷം മുന്നാണെങ്കിൽ എനിക്ക് എന്താ PS5 എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം അതെന്താ എന്നുള്ള മൈൻഡ് ആയിരുന്നു. പക്ഷേ ഞാൻ ഇന്നത് മേടിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതെനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല. എനിക്കിത് എങ്ങനെയെങ്കിലും ഗൗതത്തിന് കൊടുത്താൽ മതി എന്നുള്ളൂ. പക്ഷേ ആ ദിവസം ആവാൻ വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. ഇത്ര നാളും ഞാൻ പല സാധനങ്ങളും ഇങ്ങനെ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബേസിക്കലി ഗൗതത്തിന് ഇനി വേറെ ഒന്നും വേണ്ട. കാരണം അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഗൗതത്തിൻ്റെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് അടുത്തതെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ ഇത് മേടിക്കും. കാരണം ഗൗതം ഇങ്ങനെ ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും ഗൗതത്തിന് ഇങ്ങനെ ഒരു ഗെയിമിംഗ് റൂം സെറ്റാക്കാൻ ഗൗതത്തിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമാണ്. അത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഞാൻ ഗൗതം ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ എന്തെങ്കിലുമൊക്കെ തമാശിക്കുന്നെങ്കിലൊക്കെ പറയുമ്പോൾ ഗൗതൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാനൊരു ഗെയിമറാണ്, എനിക്ക് അത് മനസ്സിലാക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ അത് ഗൗതത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു സാധനമാണ് ഈ ഗെയിമിംഗ് എന്നുള്ളത്. അതൊരു ഒരുവിധം ആമ്പിള്ളേർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ
അതെല്ലാം മനസ്സിലാക്കി എന്താ അപ്പോൾ ഞാൻ തീരുമാനിച്ചത് എന്തായാലും മേടിച്ച് കൊടുക്കാമെന്നുള്ളത്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു സന്തോഷത്തെക്കാട്ടും എൻ്റെ ചുറ്റിനുള്ളവരുടെ ഹാപ്പിനെസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ ചെറിയൊരു സാധനം ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഹാപ്പിനെസ് ആണെങ്കിൽ എനിക്ക് അതിലൊക്കെ ഭയങ്കര സന്തോഷം കിട്ടണ കാര്യം. അപ്പം പ്രത്യേകിച്ച് ഗൗതത്തിനും കൂടി ആകുമ്പോൾ എനിക്കത് ഭയങ്കര ഡബിളാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ നമ്മൾ ഒരു കാര്യം ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നടത്തണം. അങ്ങനെയാണ്. അപ്പം ചിലപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇതിന് മാത്രം എന്താന്ന്, പക്ഷേ ഓരോരുത്തർക്കും അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ എൻ്റെ സന്തോഷം എനിക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ അറിയും. കാരണം ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇതെനിക്ക് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.